Hi, dears, welcome to Englu. Hope you all are fine. Today, we are going to discuss a different topic. ഗ്രാമർ ആവശ്യമുണ്ടോ? ഇംഗ്ലീഷ് സംസാരിക്കാൻ ഗ്രാമർ പഠിക്കണോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചോദിക്കുകയോ അതല്ലെങ്കിൽ നമ്മൾ കേൾക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാവും. ഗ്രാമർ എന്ന് കേൾക്കുമ്പോഴേക്ക് തന്നെ ബോറടിക്കുന്ന ആളുകളും ഉണ്ടാവും. ശരിക്കും ഗ്രാമർ പഠിക്കേണ്ടതുണ്ടോ? അതല്ലെങ്കിൽ ഈസ് ഇറ്റ് മച്ച് ബോറിംഗ് ടു ലേൺ ഗ്രാമർ? അത്രമേൽ ബോറിംഗ് ആണോ അത്? ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഗ്രാമർ വേണോ എന്ന ചോദ്യം നമുക്ക് ആദ്യം ഒന്ന് ഫേസ് ചെയ്യാം, അല്ലേ? എല്ലാ ഭാഷകളിലെയും എല്ലാ ലാംഗ്വേജസിലെയും ഗ്രാമറുകൾ നമ്മൾ കേട്ട് കാണും. നമ്മൾ മലയാളം, അതുപോലെ ഇംഗ്ലീഷ്, അറബിക്, സംസ്കൃത്, ഹിന്ദി, ഉറുദു അങ്ങനെയൊക്കെ തുടങ്ങി ഇന്ത്യൻ ലാംഗ്വേജസ്, തമിഴ്, തെലുങ്കു, അങ്ങനെ ഒരുപാട് ഭാഷകൾ നമ്മൾ കേൾക്കുന്നവരോ അതല്ലെങ്കിൽ അതേക്കുറിച്ച് കേട്ടവരോ ഒക്കെയാണ്. ഇതിലെല്ലാം ഗ്രാമറുകളുണ്ട്. സ്കൂളുകളിൽ നിന്നും മറ്റുമൊക്കെയായി നമ്മൾ ഗ്രാമർ പഠിക്കാറുണ്ട്. പക്ഷേ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകളിൽ ഗ്രാമർ വേണ്ടതുണ്ടോ എന്നതാണ് പ്രസക്തമായൊരു ചോദ്യം. ഈ ചോദ്യം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? പലരും അങ്ങനെ ഒരു മെസ്സേജ് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വേണോ? ഗ്രാമർ വേണോ? ഗ്രാമർ ഇല്ലാതെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാം, അങ്ങനെയൊക്കെ. എന്താണ് ശരിക്കും ഗ്രാമർ എന്ന് പറഞ്ഞാൽ? എക്സാമ്പിൾ പറയാം. ഞാനൊരു സെൻറ്റൻസ് പറയുന്നു മലയാളത്തിൽ. ഞാൻ ഇന്നലെ വരും. ഞാൻ ഇന്നലെ വരും. അവൻ നാളെ പോയി. ഓക്കെ, മലയാളത്തിലുള്ള രണ്ട് സെൻറ്റൻസുകളാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അവൻ ഇന്നലെ വന്നു എന്നാണോ, അതല്ല അവൻ നാളെ വരുമെന്നാണോ? ഞാൻ ഇന്നലെ വന്നു എന്നാണോ, നാളെ വരുമെന്നാണോ, അതല്ല പോയി എന്നാണോ, പോകുമെന്നാണോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഇങ്ങനെയാണ്. ഇത് നമുക്കൊന്ന് തീരുമാനമാകണമെങ്കിൽ അതിനാണ് നമ്മൾ ഗ്രാമർ എന്ന് പറയുന്നത്. വേർഡ്സ് ഗ്രാമർ, വാട്ട് ഗോൺസ് ഓൺ ഇൻസൈഡ് ദ ലാംഗ്വേജ് ഈസ് നോൺ ആസ് ഗ്രാമർ. ഭാഷ അത് കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് അതല്ലെങ്കിൽ അതിനകത്ത് നടക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ ഗ്രാമർ എന്ന് പറയുന്നത്. ഞാൻ ഇന്നലെ വരും എന്ന് പറയണോ, ഇന്നലെ വന്നു എന്ന് പറയണമോ? ഐ കെയിം എന്ന് പറയണമോ, അതല്ല ഐ വിൽ കെയിം എന്ന് പറയണമോ, ഐ വിൽ കം എന്ന് പറയണമോ? ദാറ്റ് ഈസ് വാട്ട് ഈസ് ഗ്രാമർ. ഇതില്ലാതെ പിന്നെ നമുക്ക് എന്തെങ്കിലും മനസ്സിലാകുമോ? ഇല്ല. അപ്പോൾ ഇതാണ് ഗ്രാമർ എന്ന് പറയുന്നത്. ഗ്രാമറിൻ്റെ ഓൾ ടോട്ടൽ വളരെ ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ വളരെ ബേസിക്. അപ്പോൾ ഇത്രയും ഈസിയായൊരു കാര്യമാണ് ഗ്രാമർ. ഈസിയാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുന്നതും ഈസി ആയിരിക്കും. ഗ്രാമറുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ചില ചോദ്യങ്ങളാണതൊക്കെ, അല്ലേ? ദർ ഇസ് എ ക്വസ്റ്റ്യൻ ഓൺ ലേണിംഗ് ഗ്രാമർ. ആരാണ് ചോദിക്കുന്നത്? സ്പോക്കൺ ഇംഗ്ലീഷ് സ്റ്റുഡൻസ്, ഇംഗ്ലീഷ് സ്റ്റുഡൻസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് അതുമൊക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ, അതല്ലെങ്കിൽ അത്തരം സ്റ്റുഡൻസിൻ്റെയും അതുപോലെ തന്നെ അല്ലാത്തവരുടെയും ഒക്കെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡു വി നീഡ് ഗ്രാമർ ടു കമ്മ്യൂണിക്കേറ്റ്? അപ്പോൾ ആ ചോദ്യം ക്ലിയർ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ഒരു ചോദ്യമുണ്ട്. വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ? ഗ്രാമർ എന്ന് പറയുന്നത് ഇങ്ങനെ ഫോർമലായി പഠിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമാണോ? ഫോർമൽ റൈറ്റ്. അതൊക്കെ അങ്ങ് പഠിച്ചെടുത്തോളൂലേ എന്നതാണ് ചോദ്യം. അങ്ങനെ പഠിച്ചെടുക്കാൻ കഴിയുമോ നമുക്ക്? ഇംഗ്ലീഷ് ഈസ് അവർ സെക്കൻഡ് ലാംഗ്വേജ്, എസ്പെഷ്യലി ഇൻ മലയാളം. ഇംഗ്ലീഷ് ഈസ് അവർ സെക്കൻഡ് ലാംഗ്വേജ്. ഓരോ ലാംഗ്വേജിൻ്റെയും സ്ട്രക്ചറുകൾ ഡിഫറെൻ്റ് ആയിരിക്കും. പ്രത്യേകിച്ചും ഇംഗ്ലീഷ് ആൻഡ് മലയാളം. ഇംഗ്ലീഷും മലയാളവും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയ സ്ട്രക്ചറാണുള്ളത്. അതുകൊണ്ട് തന്നെ
നമുക്ക് രണ്ട് സ്ട്രക്ചറുകളിലുള്ള ഈ രണ്ടു കാര്യങ്ങളെ നമുക്ക് മലയാളത്തിലാണ് കൂടുതൽ എക്സ്പോഷറുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വി ഹാവ് ടു ലേൺ ഇറ്റ്. ഫോമലായി നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. പക്ഷേ ഫോമലായി പഠിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ബോറിംഗ് ആവുന്നു, അല്ലേ? അങ്ങനെ ബോറടിച്ച് പഠിക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല ഇംഗ്ലീഷ് ഗ്രാമർ. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും പഠിക്കാൻ എളുപ്പമുള്ള ഗ്രാമറുകളിൽ ഒന്നായിരിക്കും ഇംഗ്ലീഷിൻ്റേത്. There is another question. How much grammar we have to learn? How much grammar we should learn? It is depend on students' level and their requirements or their purpose. അത് നമ്മൾ സ്റ്റുഡൻസിൻ്റെ ലെവലിനും അതുപോലെയൊക്കെ തന്നെ നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണ്, എന്തിനാണ് നമ്മൾ പഠിക്കുന്നതിന് എന്നതിനെയുമൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ജസ്റ്റ് നമുക്ക് ഡേ ടു ഡേ ടോക്കിന് വേണ്ടിയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഗ്രാമർ നമ്മൾ പഠിച്ചാൽ മതിയാവും. എന്താണ് അതുമായി ബന്ധപ്പെട്ട ഗ്രാമർ? ഞാൻ ഇന്നലെ വരുമെന്ന് പറയണോ, ഇന്നലെ വന്നു എന്ന് പറയണമോ, നാളെ വന്നു എന്ന് പറയണമോ, നാളെ വരുന്നു എന്ന് പറയണമോ എന്നതൊക്കെ തന്നെയാണ് അത്. ഈസ് വെരി ബേസിക്. ഇതിൻ്റെ പ്രൈമറി ലെവൽ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഡേ ടു ഡേ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയുന്നിടത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടെ വാസ്റ്റ് ആൻഡ് വൈഡായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഓപ്ഷൻസാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇംഗ്ലീഷ് നന്നായി പഠിക്കാൻ ഒരു സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ലേണിംഗ് ഫോക്കസ് ചെയ്യുന്നവർക്ക് ഏറ്റവും മികച്ചൊരു പ്ലാറ്റ്ഫോം ആയിരിക്കും ഇംഗ്ലുവിൻ്റെ ഈ ക്ലാസ്സുകളെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ഇനിയുള്ള ഡേയ്സിൽ ലേണിംഗ് ഗ്രാമർ, ഹൗ ടു ലേൺ ഗ്രാമർ വിത്ത് ഈസ്, വളരെ ഈസിയായി നമുക്ക് എങ്ങനെ ഗ്രാമർ പഠിക്കാം എന്നതാണ് നമ്മുടെ ഡിസ്കഷൻ ഉണ്ടാവുക. ഇനിയുള്ള ദിവസങ്ങളിൽ ഇടയ്ക്കിടെ നമ്മൾ ഗ്രാമറിൻ്റെ ടോപ്പിക്ക് കൂടി ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ എല്ലാവരും എവിടുന്നെങ്കിലും പറഞ്ഞു കേൾക്കുന്നതിന് പകരം നമുക്ക് നമ്മളായിട്ട് തന്നെ ഇംഗ്ലീഷ് നന്നായി പഠിക്കാനുള്ള ഒരവസരമാണിത്. അത് ഉപയോഗപ്പെടുത്തുക. നമുക്ക് ഗ്രാമറിലേക്ക് വരാം. ഒരിക്കലും ബോറിംഗ് ആയതോ അതല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ടാത്തതോ ആയ ഒരു ടോപ്പിക് അല്ല ഗ്രാമർ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഷാൽ വി സ്റ്റാർട്ട്? യെസ്, ലെറ്റ്സ് സ്റ്റാർട്ട്. എന്താണ് ഗ്രാമർ? നമ്മൾ നേരത്തെ പറഞ്ഞു, വാട്ട് ഗോസ് ഓൺ ഇൻസൈഡ് ദ ലാംഗ്വേജ്. ഇപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ ഓരോ സെൻറ്റൻസുകളാണ്. ഏത് ലാംഗ്വേജിലും സെൻറ്റൻസുകൾ ഉണ്ടാവും. ചെറിയ ചെറിയ വാക്കുകൾ ചേർത്തുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ വാക്കുകൾ കൂടിച്ചേർന്ന്, അല്ലേ, വേർഡ് പ്ലസ് വേർഡ്, ഇതാണ് സെൻറ്റൻസായി മാറുന്നത്. കുറേ വേർഡ്സ് കൂടി ചേർന്നിട്ടാണ് സെൻറ്റൻസായി മാറുന്നത്. അപ്പോൾ സെൻറ്റൻസ് എന്ന് പറയുന്നത് എ ലാർജസ്റ്റ് യൂണിറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. സെൻറ്റൻസ് ഈസ് എ ലാർജസ്റ്റ് യൂണിറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഇംഗ്ലീഷ് ഓർ ഇംഗ്ലീഷ് ഗ്രാമർ, റൈറ്റ്? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഞാൻ ഇന്നലെ വന്നു. എങ്ങനെയാണ് പറയുന്നത്? ഐ കെയിം യെസ്റ്റർഡേ. ഐ കെയിം യെസ്റ്റർഡേ. ഞാൻ നാളെ വരും. ഐ വിൽ കം ടുമോറോ. ഓർ ഹി വിൽ കം ടുമോറോ. ഷീ വിൽ കം ടുമോറോ. അവൾ നാളെ വരും, റൈറ്റ്? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളത് സെൻറ്റൻസുകളാണ്. ഈ ഒരുപാട് സെൻറ്റൻസുകൾ ചേർന്നിട്ടാണ് പിന്നീട് നമ്മുടെ വലിയ വലിയ ടോക്സുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് സെൻറ്റൻസിൽ നിന്ന് തുടങ്ങാം. എന്തൊക്കെയാണ് സെൻറ്റൻസിൽ വരുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇംഗ്ലീഷിലെ ഗ്രാമർ എന്ന് പറയുന്നത് പഠിച്ചെടുക്കാൻ അത്ര വലിയ പ്രയാസകരമായൊരു കാര്യം ഒരിക്കലുമല്ല. അതുമാത്രവുമല്ല, നമ്മൾ പഠിക്കുന്ന ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡായി നമുക്ക് തന്നെ ഫീൽ ചെയ്യണമെങ്കിൽ, ഇംഗ്ലീഷിൽ എനിക്ക് നോളജ് ഉണ്ട്, അതല്ലെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് അറിയാം എന്ന് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യണമെങ്കിൽ നമുക്കിതേക്കുറിച്ച് കൃത്യമായ വിവരം ഉണ്ടായിരിക്കണം. നമ്മൾ പഠിക്കുന്നത് കുറച്ചാണെങ്കിലും അത് നന്നായി പഠിക്കുക. ഐ മീൻ പഠിക്കുന്നത് കൃത്യമായി പഠിച്ചെടുക്കുക. ഓഥൻറ്റിക് ആൻഡ് അതോറിറ്റേറ്റീവ്. അപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ നിയമങ്ങൾ ഇങ്ങനെയാണ്. അതല്ലെങ്കിൽ ഞാൻ വരുമെന്ന് പറയേണ്ടത് ഇങ്ങനെയാണ്, വന്നു എന്ന് പറയേണ്ടത് ഇങ്ങനെയാണ്,
സ്നേഹിച്ചു എന്ന് പറയേണ്ടത് ഇങ്ങനെയാണ്, സ്നേഹിക്കപ്പെട്ടു എന്ന് പറയേണ്ടത് എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തും നമുക്ക് പറയാലോ ആ സ്ട്രക്ചറിൽ. അപ്പോൾ അത് മനസ്സിലാക്കുക. സോ സെൻറ്റൻസ് ആണ് കമ്മ്യൂണിക്കേഷനെ വലുതാക്കുന്നത്. ദ സെൻറ്റൻസ് ഇൻ ഇംഗ്ലീഷ് കൺസിസ്റ്റ് ഓഫ് 2 parts. The sentence in English consists of 2 parts. Subject and predicate എന്നാണ് പറയുന്നത്. സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കറ്റ്. സബ്ജക്റ്റും പ്രെഡിക്കറ്റും ചേർന്നാണ് സെൻറ്റൻസ് ഉണ്ടാവുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ മെയിൻലി എന്താണ്, ഒരു സെൻറ്റൻസ് അത് 2 പാർട്ടാണ്. ഫസ്റ്റ് വൺ ഈസ് സബ്ജക്റ്റ്, ദെൻ സെക്കൻഡ് വൺ ഈസ് പ്രെഡിക്കറ്റ്. സബ്ജക്റ്റ് പ്രെഡിക്കറ്റ് എന്നൊക്കെ കേട്ട് ബോറടിക്കേണ്ടതില്ല. വാട്ട് ഈസ് സബ്ജക്റ്റ് ഈസ് വെരി സിമ്പിൾ. സബ്ജക്റ്റ്, ദ സബ്ജക്റ്റ് ഡിനോട്ട്സ് ദി ആക്ടർ, that is the person, event or a thing causing the happening denoted by the verb. സബ്ജക്റ്റിന് ശേഷം വരുന്ന, ആ സെൻറ്റൻസിൽ സബ്ജക്റ്റിന് ശേഷം വരുന്ന, അതല്ലെങ്കിൽ അതിലെ പ്രധാന പ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്ന ഒരു പേഴ്സൺ ആവാം, അതല്ലെങ്കിൽ ഒരു ഈവൻ്റ് ആവാം. എന്താണോ അതിലെ ഡിസ്കഷന് കാരണമാവുന്ന ഒരു പേഴ്സൺ, ഒരു ഈവൻറ്റ്, ഓർ എ തിങ്, ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്. ഈ 3 കാര്യങ്ങളായിരിക്കും പ്രധാനമായും ഉണ്ടാവുന്നത്, അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് പ്രെഡിക്കേറ്റ്? സബ്ജക്റ്റ് അല്ലാത്തതൊക്കെ പ്രെഡിക്കേറ്റ് ആയിരിക്കും. അപ്പോൾ സെൻറ്റൻസിൽ പ്രധാനപ്പെട്ട 2 സ്ട്രക്ചറുകൾ, പാർട്സുകൾ, സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. ഒരു ഉദാഹരണം പറയാം, ഒരു സെൻറ്റൻസ്. ബാബു handled the problem tactfully. ബാബു handled the problem tactfully. ബാബു handled the problem tactfully. സമർത്ഥമായി ബാബു ആ പ്രോബ്ലം ഹാൻഡിൽ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലെ സബ്ജക്റ്റ് ഏതാണ്? സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബാബു ആണ് ഇതിലെ സബ്ജക്റ്റ്. ബാബു handled the problem tactfully. ബാബു അല്ലാത്ത ഭാഗങ്ങളൊക്കെ പ്രെഡിക്കേറ്റ് ആണ്. ബാബു ഹാൻഡിൽ ചെയ്തു, അതുപോലെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്, അതൊക്കെ വരുന്നുണ്ട് അതിനകത്ത്. അതൊക്കെ വേറെ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ നമുക്കിപ്പോൾ മനസ്സിലാക്കാവുന്നത് ബാബു സബ്ജക്റ്റാണ്, ബാക്കിയുള്ളവയൊക്കെ പ്രെഡിക്കേറ്റ് ആണ്. അതേക്കുറിച്ചാണ്, ആ പ്രവർത്തനങ്ങളുടെ കാരണക്കാരനാണ് ബാബു. സോ ബാബുവിനെ കുറിച്ചാണ് ഡിസ്കഷൻ ബാക്കി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ബാബു സബ്ജക്റ്റാണ്, ബാക്കിയുള്ളവ പ്രെഡിക്കേറ്റ് ആണ്. ഓക്കെ, മറ്റൊരു സബ്ജക്റ്റ് കൂടെ നോക്കാം. ഫാമേഴ്സ്. ദ ഫാമേഴ്സ് സോ സീഡ്സ് ഇൻ സ്പ്രിംഗ്. ദ ഫാമേഴ്സ് സോ സീഡ്സ് ഇൻ സ്പ്രിംഗ്. ഫാമേഴ്സ് എന്ത് ചെയ്യുന്നു? അവർ സീഡ് സോ ചെയ്യുന്നു. സോ ചെയ്യുക മീൻസ് ഫാമേഴ്സ് സോ സീഡ്സ്, വിത്ത് വിതയ്ക്കുന്നത് സ്പ്രിങ്ങിലാണ്. ദ ഫാമേഴ്സ് സോ സീഡ്സ് ഇൻ ദ സ്പ്രിംഗ്. അപ്പോൾ ഫാമേഴ്സ് ആണ് അവിടെ സബ്ജക്റ്റ്. ബാക്കിയുള്ളവയൊക്കെ ഫാമേഴ്സ് റിലേറ്റഡ് കാര്യങ്ങളാണ്. അതിനെ ടോട്ടലി നമുക്ക് പ്രെഡിക്കേറ്റ് എന്ന് പറയാം. ഫാമേഴ്സ് സോ. സോ എന്നത് വിതയ്ക്കുക എന്നാണ്. അതൊരു പ്രവർത്തനമാണ്, അല്ലേ? വിതയ്ക്കുക എന്നതൊരു പ്രവർത്തനമാണ്. അതിലേക്ക് നമ്മൾ പിന്നീട് വരുന്നുണ്ട് വിശദമായി. അതിനെ നമ്മൾ വേർബ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഓരോന്നും എടുക്കുമ്പോൾ നമുക്ക് അതിന് പ്രത്യേകം പേരുകളുണ്ടാവും. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ രാഹുൽ ഹാൻഡിൽഡ്, ബാബു ഹാൻഡിൽഡ്, ബിബു ഹാൻഡിൽഡ്. അപ്പോൾ ബിബു ഹാൻഡിൽഡ് ദ പ്രോബ്ലം ടാക്ട്ഫുള്ളി. ബാബു ഹാൻഡിൽഡ് ദ പ്രോബ്ലം ടാക്ട്ഫുള്ളി. ഹാൻഡിൽഡ് അതും ഒരു വേർബാണ്. ഓക്കെ, ഒരു ഉദാഹരണം കൂടെ നോക്കാം. ദ റോസസ് ആർ ബ്യൂട്ടിഫുൾ. ദ റോസസ് ആർ ബ്യൂട്ടിഫുൾ. പൂക്കൾ വളരെ ഭംഗിയുള്ളവയാണ്. ദ റോസസ് ഏത് പൂക്കളാണ്? ദ റോസസ്. ഏത് പൂക്കളായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാൻ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അവിടെ ഏതാണ് സബ്ജക്റ്റ്? ദ റോസസ്. ദ റോസസ്. റോസസ് ആർ ബ്യൂട്ടിഫുൾ. റോസ് അല്ലെങ്കിൽ റോസാപ്പൂക്കൾ നല്ല ഭംഗിയുള്ളവയാണ്. ദ റോസസ്
ഓർ റോസസ് ആർ ബ്യൂട്ടിഫുൾ. ആർ ബ്യൂട്ടിഫുൾ എന്നത് പ്രെഡിക്കറ്റ് ആണ്, റോസസ് എന്നത് സബ്ജക്റ്റാണ്. ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. ഇതേക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിലായി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ സമയം കൂടുതലാവുമെന്ന് വിചാരിച്ച് അവസാനിപ്പിക്കുകയാണ്. സോ ഇൻ ബ്രീഫ്, മെയിൻലി ദർ ആർ 2 parts of sentences in English. A sentence consists 2 parts, subject and predicate. What is subject? Subject is the actor, is a person or an event or a thing. പിന്നെയോ അതിനെ തുടർന്ന് വരുന്ന കാര്യങ്ങളാണ് predicate. Predicate. Something done by subject is predicate. അതിൽ വ്യത്യസ്ത കാര്യങ്ങളുണ്ടാവും. ഇംഗ്ലീഷിലെ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് നമ്മൾ കേട്ട് കാണും. വേർബ്, അതുപോലെ അഡ്ജക്റ്റീവ്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പറയാൻ സാധിക്കും. പക്ഷേ അതെല്ലാം കൂടെ ചേർന്നിട്ടാണ് പ്രെഡിക്കേറ്റ് ഉണ്ടാകുന്നത്. സബ്ജക്റ്റ് അല്ലാത്ത എല്ലാം കൂടെ എന്തായിരിക്കും? പ്രെഡിക്കേറ്റ് ആയിരിക്കും. അപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കുക. കൂടുതൽ ഡീറ്റെയിലായി നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. ബൈ. ടേക്ക് കെയർ.